ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരീക്ഷണം ജലശുദ്ധീകരണമാണ്. ഇത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ജലവും മണ്ണും എന്ന ഭാഗത്തിലേതാണ്. ഈ പാഠഭാഗത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്കിനി പരീക്ഷണത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് നിങ്ങളിവിടെ കാണുന്നില്ലേ, ഇതൊക്കെ മണലുണ്ട്, ചരലുണ്ട്, ചിരട്ടക്കരിയുണ്ട്, ഒരു കാലി ഗ്ലാസ് ഉണ്ട്, കലക്ക വെള്ളമുണ്ട്, പിന്നെ 3 ചിരട്ടയുണ്ട്. ആ ചിരട്ടയുടെ അടിഭാഗം ദ്വാരമിട്ടതാണ്. പിന്നെ കുറച്ച് തുണിക്കഷ്ണങ്ങളുമുണ്ട്. ഈ തുണിക്കഷ്ണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിരട്ടയുടെ ദ്വാരമില്ലേ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 3 ചിരട്ടയ്ക്കും ഓരോരോ ദ്വാരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ദ്വാരം നമുക്ക് ഈ തുണി വെച്ചിട്ട് അടയ്ക്കാം. ഈ തുണിക്ക് പകരം നിങ്ങൾക്ക് പഞ്ഞി ഉപയോഗിക്കാം. പഞ്ഞി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം ഞാനിവിടെ തുണിയാണ് എടുത്തത്. ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇപ്പോൾ അടച്ചു, ദ്വാരം ഓരോന്നും അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിരട്ടയിൽ ഓരോന്നോരോന്നായിട്ട് നിറയ്ക്കാം. ചിരട്ടക്കരി നിറയ്ക്കാം, പിന്നെ മണൽ നിറയ്ക്കാം, പിന്നെ ചരൽ നിറയ്ക്കാം. ഒന്ന് നിറച്ച് വെച്ച് നമുക്ക് അടുത്ത് നിറയ്ക്കുകയാണേ. ഇനി നമുക്ക് ചരൽ നിറയ്ക്കാം. ഇനി ചരലേ നിറയ്ക്കാനുള്ളൂ. രണ്ടും നിറച്ച് വെച്ചു. ഇനി ചരൽ നിറയ്ക്കുകയാണേ. അപ്പോൾ എല്ലാം നിറച്ച് വെച്ചു അല്ലേ. നമ്മൾ മണൽ നിറച്ചു, ചിരട്ടക്കരി നിറച്ചു, ചരൽ നിറച്ചു. അപ്പോൾ ഇനി ഗ്ലാസിൻ്റെ മുകളിൽ വെക്കുകയാണ്. ആദ്യം വെക്കേണ്ടത് ചിരട്ടക്കരിയാണ്. പിന്നെ അതിൻ്റെ തൊട്ട മുകളിൽ മണലാണ് വെക്കുന്നത്. ചിരട്ടക്കരി വെച്ചു, മണൽ വെച്ചു. ഇനി ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും മുകളിൽ ചരൽ വെച്ചു. അപ്പം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മളടുത്തുള്ളത് കലക്ക വെള്ളമാണ്. കലക്ക വെള്ളം കണ്ടില്ലേ, ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. ഈ കലക്ക വെള്ളം നമുക്ക് ചിരട്ടയുടെ മുകളിലേക്ക് ഒഴിക്കാം. ഏറ്റവും മുകളിലത്തെ ചിരട്ടയിലേക്കാണ് ഒഴിക്കേണ്ടത്. മെല്ലെ ഒഴിച്ചാൽ മതി. മെല്ലെ ഒഴിച്ച് നോക്കാം. ഇത് പെട്ടെന്ന് ഗ്ലാസ്സിലോട്ട് വീഴില്ലേ, മെല്ലെ വീഴുള്ളൂ. കാരണം 3 ചിരട്ടയിലുള്ള വസ്തുക്കളിലൂടെ അരിച്ചിറങ്ങിയിട്ട് വേണം വെള്ളം ഗ്ലാസ്സിലേക്ക് എത്താൻ. കണ്ടില്ലേ, വെള്ളം ഉറ്റി വരുന്നത് കണ്ടില്ലേ. മറ്റേ കലക്ക വെള്ളത്തെ അപേക്ഷിച്ച് ഇത് നല്ല വെള്ളമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷണം കണ്ടില്ലേ. ഈ പരീക്ഷണം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങളുടെ പരിസര പഠന ഡയറിയിൽ എഴുതാം. പിന്നെ ഈ ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, നേരിട്ട് കുടിക്കാനൊന്നും പറ്റില്ല. കാരണം ഇതിലുള്ള സൂക്ഷ്മാണുക്കളൊന്നും നശിക്കുന്നില്ല. അതിന് ആ സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന തരത്തിലാവാൻ വേണ്ടി നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഉള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെയൊക്കെ പോകാനുണ്ട്. അപ്പം ഈ വെള്ളം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ മഴവെള്ള സംഭരണികളിലൊക്കെ ഈ വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനിയുള്ളത് നമുക്കിനി വേറെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ സമയത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.